കേരളത്തിലെ ചില ആളുകൾക്കൊരു വിചാരമുണ്ട്, BJP RSS എന്നൊക്കെ പറഞ്ഞാൽ വിദ്യാഭ്യാസമില്ലാത്ത ആളുകളാണ്, അവർക്ക് വേണ്ടത്ര രീതിയിലുള്ള വിദ്യാഭ്യാസമില്ല, ഇവിടെയുള്ള ആളുകൾക്ക് മാത്രമാണ് വിദ്യാഭ്യാസം ഉള്ളതെന്നൊക്കെയുള്ള ഒരു ചിന്തയുണ്ട്. അത് വെറും ഒരു ഫാൾസ് നെറേറ്റീവ് ആണെന്നുള്ളത് ചിന്തിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. കാരണം BJPയിലേക്ക് കടന്നു വരുന്ന ആളുകളുടെ ഒരു നിര നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, അവരുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയാൽ തന്നെ അറിയാം ആ പാർട്ടി എത്രത്തോളം ഉയർന്ന ലെവലിലാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ നിൽക്കുന്നത് എന്നുള്ളത്. എന്തായാലും അതൊരു ഫേക്ക് നെറേറ്റീവാണ്. പക്ഷേ ആ നെറേറ്റീവിനൊന്നും ഒരു അർത്ഥമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം, ചിന്തിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. എന്നാലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം BJPയുടെ ഏറ്റവും ഒടുവിൽ വന്ന നാഷണൽ ഓഫീസ് ബെയറേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് നോക്കിയാൽ മതി. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വിദ്യാസമ്പന്നരായ ആളുകളാണ് BJPയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നത് എന്നുള്ളത്. 6 PhD ഹോൾഡേഴ്സ് ഉണ്ട്. അതുകൂടാതെ 4 നിലവിൽ ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടേഴ്സാണ്. അതുകൂടാതെ എമിനൻറ്റ് ലോയേഴ്സ് ഉണ്ട്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട്, മാനേജ്മെൻറ്റ് വിദഗ്ധരുണ്ട്, ടെക്നോക്രാറ്റ്സ് ഉണ്ട്. അങ്ങനെ സമസ്ത മേഖലയിലും കഴിവ് തെളിയിച്ച എക്സ്പീരിയൻസ് ആയിട്ടുള്ള രാഷ്ട്രീയത്തിലും രാഷ്ട്രീയത്തിന് അതീതമായി വിവിധ മേഖലകളിലൊക്കെ പ്രവർത്തിച്ച ആളുകളാണ് BJPയുടെ ഇപ്പം നാഷണൽ ജനറൽ സെക്രട്ടറി ആയിട്ടും അതുകൂടാതെ വൈസ് പ്രസിഡന്റുമാരായിട്ടും സെക്രട്ടറിമാരായിട്ടൊക്കെ വന്നിരിക്കുന്നത്.